നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കിളിക്കൂട് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണിച്ചാലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇതിട്ടിട്ടാണ് പേസ്റ്റാക്കി വെച്ചത്. അതിലൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ചെറിയ എരിവാണ്, അധികം എരിവില്ല. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. തക്കാളി നല്ല വേവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മസാലയുമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച് ഉടച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 4 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണിത്. അതും കൂടി ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു കപ്പ് സേമിയ പൊടിച്ചത് വെച്ചിട്ടുണ്ട്. മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ കാടമുട്ടയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. കാടമുട്ട കിട്ടിയില്ലെങ്കിൽ സാധാരണ കോഴിമുട്ട 4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുട്ട വെച്ച് ഉരുട്ടിയെടുക്കണം. മുട്ടയെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന പോലെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. മുട്ട നമ്മൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങി തോട് മാറ്റി വച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ മുട്ട അടിച്ച് വെച്ചതിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ സേമിയയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനെല്ലാം ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ പുറവും തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൂത്ത് വറുത്ത് കോരി എടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, അപ്പോൾ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഒരു പുറം ചെറുതായി ആയി വരുമ്പോൾ മാത്രം നമ്മളിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഉള്ളിത്തെ മസാലയൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പം നന്നായി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം. നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.